ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. രാജ്യത്തെ നിയമങ്ങളും 2021 IT നിയമത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ധാർമ്മിക ചട്ടങ്ങളും കർശനമായി പാലിക്കണമെന്ന് OTT പ്ലാറ്റ്ഫോമുകൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. OTTയിലും സമൂഹമാധ്യമങ്ങളിലും അശ്ലീല ഉള്ളടക്കം പ്രചരിപ്പിക്കപ്പെടുന്നതായ പൊതുജന പരാതികളെ തുടർന്നാണ് നടപടി. ധാർമ്മികത കണക്കിലെടുക്കണമെന്നും ഉള്ളടക്കങ്ങൾ പ്രായാധിഷ്ഠിതമായി വർഗ്ഗീകരിക്കണമെന്നും കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം നിർദ്ദേശിച്ചു. ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടോബ്ഗെ കൂടിക്കാഴ്ച നടത്തും. നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന സോൾ ലീഡർഷിപ്പ് കോൺക്ലേവിലും അദ്ദേഹം പങ്കെടുക്കും. തീരസംരക്ഷണ സേനയ്ക്കായി 149 റേഡിയോകൾ വാങ്ങാൻ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായി പ്രതിരോധ മന്ത്രാലയം 1220 കോടി രൂപയുടെ കരാറിൽ ഒപ്പുവച്ചു. അതിവേഗ സുരക്ഷിത ആശയവിനിമയം സാധ്യമാക്കുന്ന അത്യാധുനിക റേഡിയോകൾ സേനയ്ക്ക് മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രാലയം അറിയിച്ചു. രക്ഷാപ്രവർത്തനം, സമുദ്ര പരിസ്ഥിതി സംരക്ഷണം, നാവികസേനയുമായുള്ള സംയുക്ത പ്രവർത്തനം എന്നിവയും ഇതുവഴി സാധ്യമാകും. വേവ്സ് 2025 ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയും സൌദി അറേബ്യയും തമ്മിൽ മാധ്യമരംഗത്തെ പങ്കാളിത്തത്തിന് ധാരണയായി. ഇതു സംബന്ധിച്ച് ഉന്നതതല ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ നേതൃത്വത്തിൽ സൌദി അറേബ്യയിൽ നടന്ന യോഗം സമാപിച്ചു. മെയ് 1 മുതൽ മുംബൈയിൽ നടക്കാനിരിക്കുന്ന വേവ്സ് ഉച്ചകോടി ഇന്ത്യയുടെ ഡിജിറ്റൽ വിനോദ മേഖലയിൽ മികച്ച പരിവർത്തനത്തിന് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് നാളെ കൊച്ചിയിൽ തുടക്കമാകും. 2 ദിവസത്തെ ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഓൺലൈനായി അഭിസംബോധന ചെയ്യും. 3000-ഓളം പേർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 1 ഗഡു കൂടി അനുവദിച്ചു. അടുത്ത ആഴ്ചയിൽ 62 ലക്ഷത്തോളം പേർക്ക് 1600 രൂപ വീതം ലഭിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ഇതിനായി 812 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. UGC കരട് ചട്ടം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രമേയം പ്രധാനമന്ത്രിയെയും കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മന്ത്രി ആർ ബിന്ദു. കരട് ചട്ടത്തിലെ വ്യവസ്ഥകൾ ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ദേശീയ കൺവെൻഷനിലാണ് പ്രമേയം പാസാക്കിയത്. ഹൈദരാബാദിൽ നടക്കുന്ന ദേശീയ കൺവെൻഷനിൽ കൂടുതൽ സംസ്ഥാന സർക്കാരുകൾ ചട്ടത്തിനെതിരായ നിലപാട് പ്രകടിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് കോടഞ്ചേരി സെന്റ് ജോസഫ് സ്കൂൾ അധ്യാപിക അലീനയുടെ മരണത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി വി ശിവൻകുട്ടി. സംഭവത്തിൽ താമരശ്ശേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. സമഗ്ര അന്വേഷണം വേണമെന്നും കേരളത്തിലെ എയ്ഡഡ് സ്കൂൾ മേഖലയിൽ നിയമവിരുദ്ധ നിലപാടുകൾ തുടരുന്ന മാനേജ്മെന്റുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അധ്യാപക സംഘടന ആവശ്യപ്പെട്ടു. പാലക്കാട് എലപ്പുള്ളിയിൽ ബ്രൂവറി ആരംഭിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPI, RJD തുടങ്ങിയ LDF ഘടകകക്ഷികൾ ഡിസ്റ്റിലറിക്കെതിരായ മുൻ അഭിപ്രായം തിരുത്തിയതായും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. പാലക്കാടിന്റെ പരിസ്ഥിതി തകർക്കുന്ന ഒരു പദ്ധതിയും അനുവദിക്കില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. എലപ്പുള്ളിയിൽ പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് CSI സഭയും ആവശ്യപ്പെട്ടു. സംസ്ഥാന ആശാ വർക്കേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സമരത്തിന്റെ ഭാഗമായി ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഹാസംഗമം നടത്തി. ഉപാധിരഹിത ഓണറേറിയം അനുവദിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് ഇന്നലെ അറിയിച്ചിരുന്നുവെങ്കിലും വിരമിക്കൽ ആനുകൂല്യം ഉൾപ്പെടെ മറ്റ് ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആശാ വർക്കർമാർ അറിയിച്ചു. സംസ്ഥാന വ്യാപകമായി GST വകുപ്പിലെ രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ പരിശോധനയിൽ 10 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തി. ഓപ്പറേഷൻ റെയർ റാക്കൂൺ എന്ന പേരിൽ റെഡിമിക്സ് കോൺക്രീറ്റ് യൂണിറ്റുകളിലാണ് പരിശോധന നടത്തിയത്. നികുതി വെട്ടിപ്പ് നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടി തുടരുമെന്ന് സംസ്ഥാന GST വകുപ്പ് അറിയിച്ചു. കാസർഗോഡ് ജില്ലയിലെ നശാമുക്ത് ഭാരത് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന പ്രവർത്തനങ്ങൾക്കായി ജില്ലാതലത്തിൽ കോർഡിനേറ്ററെ നിയമിക്കുന്നു. MSWവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് യോഗ്യത. അപേക്ഷകൾ ഈ മാസം 28-നകം സാമൂഹികനീതി ഓഫീസറുടെ കാര്യാലയത്തിൽ ലഭിക്കണം. അടൂർ പോക്സോ കോടതിയിൽ വ്യാജ ബോംബ് ഭീഷണി. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തിയെങ്കിലും സംശയകരമായി ഒന്നും കണ്ടെത്തിയില്ല. കൽപ്പറ്റ കുടുംബ കോടതിയിലും സമാന രീതിയിൽ ഇമെയിലിലൂടെ ബോംബ് ഭീഷണി ലഭിച്ചിരുന്നു. കണ്ണൂർ ജില്ലയിലെ ആഫ്രിക്കൻ ഒച്ചുബാധിത പ്രദേശങ്ങളിൽ കീടരോഗബാധ നിയന്ത്രണം പദ്ധതി നടപ്പാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. നിയന്ത്രണ നടപടികൾ സ്വീകരിക്കേണ്ടതും ഏകോപിപ്പിക്കേണ്ടതും തദ്ദേശ സ്വയംഭരണ വകുപ്പാണെന്നും കമ്മീഷൻ പറഞ്ഞു. മയ്യിൽ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ ആഫ്രിക്കൻ ഒച്ച് വ്യാപനം സംബന്ധിച്ച പരാതിയിലാണ് ഉത്തരവ്. പ്രസിദ്ധമായ പൊന്നിത്തങ്കത്തിന് നാളെ തലശ്ശേരി പൊന്ന്യം ഏഴരക്കണ്ടത്ത് തുടക്കമാകും. 3 ദിവസത്തെ പരിപാടിയിൽ വിവിധ കളരിപ്പയറ്റ സംഘങ്ങൾ പങ്കെടുക്കും. തച്ചോളി ഒതേനനും കതിരൂർ ഗുരുക്കളും തമ്മിൽ 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന അംഗത്തിന്റെ സ്മരണയിലാണ് 2015 മുതൽ പൊന്നിത്തങ്കം നടക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.